ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പേടിയാ. അച്ഛനെയും പേടിയാ. എന്റെ പഴയ അച്ഛനെ അല്ല ഇത്, മറ്റോ ആരോ ആണെന്നുള്ള തോന്നൽ. ഞാൻ ശാരദാമ്മയുടെ അടുത്തേക്ക് പോവാ. അവിടെ സത്യം ഉണ്ടല്ലോ, ചേച്ചിയമ്മയുണ്ടല്ലോ. ഞാനിനി അവിടെ നിന്നോളാം. ആർക്കെങ്കിലും എതിരായിട്ട് നീ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടോ? എന്താടാ, ആർക്കിട്ടാ നീ പണി വെച്ചത്? ഇക്ക എന്തൊക്കെയായി പറയണത്? ഞാൻ ആർക്കിട്ട് പണി വെക്കാനാ? എന്റെ വണ്ടിയിൽ സ്പിരിറ്റ് കയറ്റി വിഷ്ണുവിനെ കേസിൽ കുടുക്കിയത് ആരുടെ ബുദ്ധിയാടാ? എന്തായാലും നിന്റെതല്ലെന്ന് എനിക്കറിയാം. ആരാ നിന്റെ പിന്നിൽ കളിച്ചത്? പറയാൻ മനസ്സില്ല. ഇക്ക എന്ത് ചെയ്യുന്നേ? പറ, ആരാണ് എന്റെ വണ്ടിയിൽ അമ്മാതിരി പോക്കരുത്തിലൊക്കെ കാണിച്ചേ? എനിക്കറിയില്ല. അറിയില്ലേ? ഇല്ല. അങ്ങനെ നീ അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. സത്യം പറഞ്ഞ വീട്ടിൽ പോയി കിടന്നു ഇല്ലേ നീ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പൊ കൊട്ടേഷനുമായിട്ട് ഇറങ്ങിയിരിക്കണം. അതെ, പറവങ്ക, ആരാ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചേ? എന്നെ തല്ലരുത്. ഉള്ള കാര്യം പറഞ്ഞിട്ട് കാര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് ചെയ്യാനാ? എന്തായാലും അക്കാര്യം ആലോചിച്ചിട്ടേ തങ്കച്ച വിഷമിക്കണ്ട. ഞാൻ നല്ല സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാം. ചേട്ടാ പറയടാ. വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ നീ വേഷം കിട്ടണോ? സത്യം പറഞ്ഞില്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് ചാവും. ബോഡിയിലെ ഞാൻ കൊക്കയിലേക്ക് വലിച്ചെറിയും. കുറച്ചു ദിവസം ചോട്ടാ നേതാവിന്റെ പേരിൽ അനുശോചനം രേഖപ്പെടുത്താൻ ആളും ഉണ്ടാവും. പിന്നെ അതും ഒന്ന് നിൽക്കും. അതുകൊണ്ട് നീ ആ കളിക്ക് നിൽക്കണ്ട. എന്തായാലും എന്നാ പിന്നെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനാക്കിയിട്ട് മതിടാ ഇനിയുള്ള പോക്ക്. നീ ഇനി ഈ ഭൂമിയിൽ വേണ്ട. ജീവൻ വേണമെങ്കിൽ പറയടാ. വിഷ്ണു, ഞാൻ പറയാം. ഞാനെല്ലാം പറയാം. പറയടാ. ബോസ് സാർ എൻ്റെ അടുത്ത് വന്ന് വിഷ്ണുവിന്റെ വണ്ടിയിൽ ആരും അറിയാതെ കുറച്ച് സ്പിരിറ്റ് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചതാ. ഞാൻ സമ്മതിച്ചില്ല. അതിന്റെ ചെറിയൊരു ചുരുക്ക് എന്നെ കാണുമ്പോ അവർക്കുണ്ട്. അല്ലാതെ ഇതിന്റെ പിന്നിൽ ഞാനല്ല. പക്ഷേ ബോസിന്റെ അറിവോടുകൂടി തന്നെയാ അവര് വണ്ടിയിൽ സ്പിരിറ്റ് വെച്ചത്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ബോസ് സാറിന്റെ അടുത്ത് ഇതുപോലെ പോയി ചോദിക്കുക. എല്ലാ കാര്യങ്ങളും തത്ത പറയുന്ന പോലെ പറയും.
നിനക്കും കൊച്ചിനൂടെ കഴിയാം. ഇല്ലെങ്കിലേ പെട്ടിയും വട്ടിയൊക്കെ എടുത്ത് ഇറക്കി വിടും ഞാൻ. അമ്മേ, എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പേടിയാ. അച്ഛനെയും പേടിയാ. എന്റെ പഴയ അച്ഛനെയല്ല ഇത്, മറ്റോ ആരോ ആണെന്നുള്ള തോന്നൽ. ഞാൻ ശാരദാമ്മയുടെ അടുത്തേക്ക് പോവാ. അവിടെ സത്യം ഉണ്ടല്ലോ, ചേച്ചിയമ്മ ഉണ്ടല്ലോ. ഞാനിനി അവിടെ നിന്നോളാം. ഇവിടെ എപ്പോഴും ബഹളമാ. അമ്മ അച്ഛനെ എപ്പോഴും തല്ലില്ലേ. അത് കാണാൻ എനിക്ക് വയ്യ, സങ്കടം വരും. അതാ ഞാൻ പോകുന്നേ. ഞാൻ പോവാണേ അമ്മേ. എന്നെ കാണാതെ സങ്കടപ്പെടുകയോ കരയോ ഒന്നും ചെയ്യരുത്. പോട്ടെ അമ്മേ. டேய் அங்க பாரு.